ഫ്രണ്ട്സ് HALൻ്റെ അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്രൻറ്റീഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, then ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം, വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ നമ്മൾ അതിൻ്റെ A to Z കാര്യങ്ങൾ പറയും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ നമുക്ക് 68.1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 100Kയിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. കാരണം കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൂടെ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ITIൻ്റെ നോട്ടിഫിക്കേഷനാണ് കേട്ടോ. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇത് IT അപ്രൻറ്റീഷിപ്പാണ്. രണ്ടാമത്തെ വരുന്നത് നിങ്ങൾക്കൂടെ കാണാം, ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പാണ്. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ ഒന്നാമത് ഞാൻ ഓർഡറിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ITI കഴിഞ്ഞവരാണ് കാണേണ്ടത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കാണാം. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നിങ്ങളുടെ കാണാം, 8/8 അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ ഇവിടെ കാണാം. ഓക്കെ, അതിൻ്റെ നാസിക്കിലേക്കാണ് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ITIയിൽ തന്നെ നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്, 1 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് 2 വർഷം കഴിഞ്ഞ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ വേക്കൻസികളാണ്. 8,080 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് പെർ മന്ത് ലഭിക്കുക. ഫിറ്ററിന് 138 വേക്കൻസി, ടൂൾ ആൻഡ് ഡൈ മേക്കറിൽ നിങ്ങൾക്ക് ഈ ഫിക്സറൊക്കെ ആണെങ്കിൽ അതിൽ 5 വേക്കൻസി, ദെൻ ഡൈ മോൾഡൊക്കെ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ടേണർ ആണെങ്കിൽ 20 വേക്കൻസി, മെഷീനിസ്റ്റ് 17 വേക്കൻസി, മെഷീനിസ്റ്റ് ഗ്രൈൻഡറിൽ 7 വേക്കൻസി വരുന്നുണ്ട്, ഇലക്ട്രീഷ്യനിൽ 27, ദെൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് 8 വേക്കൻസി, ദെൻ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്ക് 5 വേക്കൻസി, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 6 വേക്കൻസി, റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങിൽ നിങ്ങൾക്ക് 6 വേക്കൻസിയാണ്, ദെൻ നിങ്ങൾക്ക് പെയിൻറ്ററിൽ 7 വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ, അതായത് സീൽ നമ്പർ 1 മുതൽ 11 വരെയിലേക്ക് അതത് ട്രേഡുകളിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ITI പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് NCVT ആണെങ്കിലും പറ്റും, SCVT ആണെങ്കിലും പറ്റും. ഓക്കെ, അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്തിൽ ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞവർക്ക്. ഇനി 1 വർഷം ഡ്യൂറേഷൻ ഉള്ളതിൻ്റെ സ്റ്റൈപ്പൻഡ് 7,700 രൂപയാണ് പെർ മന്ത് ലഭിക്കുക. കാർപ്പൻറ്ററിൽ 6 വേക്കൻസി, ഷീറ്റ് മെറ്റൽ വർക്കറിൽ 4 വേക്കൻസി, കോപ്പക്ക് 50 വേക്കൻസി, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 10, സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷിൽ 3 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 324 വേക്കൻസിയാണ് ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് നിങ്ങൾക്ക് 1 വർഷം ഡ്യൂറേഷനുള്ള ഈ പറഞ്ഞിരിക്കുന്ന 12 മുതൽ 16 വരെ 1 വർഷം ഡ്യൂറേഷനുള്ള അതത് ട്രേഡുകൾ നിങ്ങൾ ITI കഴിഞ്ഞ NCVT ആണെങ്കിലും പറ്റും, SCVT ആണെങ്കിലും പറ്റും. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാം. നമ്മൾ NATSൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. NATS നിങ്ങൾ ITI കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് NATS എന്ന്. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ NATSൻ്റെ പ്രൊഫൈൽ നമ്മൾ എന്ത് ചെയ്യണം, 100% കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അതിലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ളതൊക്കെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ NATSൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് NATSൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം ഞാൻ കാണിക്കാം. ആ ഗൂഗിൾ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഗൂഗിൾ ഫോം ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ITI അപ്രൻറ്റീഷിപ്പിൻ്റെ. അപ്പോൾ ഇതാണ് ആ ഗൂഗിൾ ഫോം, ജസ്റ്റ് ലോഡായിട്ട് വരുന്നത്. ഇതാണ് ആ ഗൂഗിൾ ഫോം, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. കാരണം മറ്റേ നോട്ടിഫിക്കേഷൻ പാടെ പറഞ്ഞിട്ട് അതിന് ശേഷം പറയാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്ടായിരിച്ചിട്ടാണ്. ഓക്കെ, അത് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും സ്ക്രീനിൽ, ഗ്രേറ്റിംഗ് മെസ്സേജ്, താങ്ക് യു, യുവർ ഫോം ഈസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇത് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന 8/8/2024 ആണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 31/8/2024 ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഡേറ്റ് പറയുന്നുണ്ട് സെപ്റ്റംബർ 2nd or 3rd വീക്കിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്, അതായത് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സെപ്റ്റംബർ 4th വീക്ക് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ജോയിനിങ് ഡേറ്റ് വരുന്നത് 2nd വീക്ക് ഒക്ടോബറിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഉൾപ്പെടുത്തും. പിന്നെ ഇതിൽ നമ്മൾ ഈ പറയുന്ന NATSൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡും SSLC സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. NATSൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗൂഗിൾ ഫോമിലല്ല. പിന്നെ ഇതിന് യാതൊരു അപേക്ഷ ഫീസോ കാര്യങ്ങളോ നമ്മൾ എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ITIൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ITIൻ്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എവിടെ ആയിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ,
ഇനി നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് എടുക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയും. അപ്പോൾ നിങ്ങൾ ആ ഭാഗം കേൾക്കണം, IT കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെ 8 ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കാണ് ഗ്രാജുവേറ്റ്, ഡിപ്ലോമ, നോൺ ടെക്നിക്കൽ. ഇതിലേക്ക് നമുക്ക് ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് വന്നിട്ടുണ്ട്, 9,000 പെർ മന്ത്. ബാക്കിയുള്ള കാറ്റഗറി ഉണ്ട് കേട്ടോ, ഞാൻ പറയും. അപ്പോൾ 9,000 പെർ മന്ത് നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. ഇതിൽ വിളിച്ചിരിക്കുന്ന ഡിസിപ്ലിൻ ഇവിടെ കാണാം. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 5 വേക്കൻസി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 10, സിവിൽ എഞ്ചിനീയറിംഗ് 12, ഇലക്ട്രിക്കലിൽ 14, ദെൻ ENTTCയിൽ 15, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 35, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ 10, ഫാർമസി 4. അപ്പോൾ ഈ പറയുന്ന 1 മുതൽ 7 വരെ, സീൽ നമ്പർ 1 മുതൽ 7 വരെയുള്ള ഈ പറയുന്ന ഡിസിപ്ലിനിലേക്ക് നിങ്ങൾ അതത് ഡിസിപ്ലിനിൽ അറ്റ്ലീസ്റ്റ് 4 വർഷം ഡ്യൂറേഷനുള്ള BA or BTech നിങ്ങൾ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി 8ാമത്തത് ഫാർമസി ആയതുകൊണ്ട് നിങ്ങൾക്ക് BPharm കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ BPharm കഴിഞ്ഞവർക്ക് 4 വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാം. അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. 105 വേക്കൻസിയാണ് ടോട്ടൽ അത് വിളിച്ചിരിക്കുന്നത്. ഇതിനടുത്ത് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് 8,000 പെർ മന്ത് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. ഇതിൽ നിങ്ങൾക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 3 വേക്കൻസി, സിവിലിൽ 8, ദെൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 6, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 16, ദെൻ ENTCയിൽ 15, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 20. ഈ പറയുന്ന തസ്തിയിലേക്ക് 9 മുതൽ 14 വരെ സീൽ നമ്പറുള്ള ഈ തസ്തിയിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള അതത് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി പറയുന്ന ലാബ് അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾക്ക് 3 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിപ്ലോമ ഇൻ റിലവൻറ്റ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള 1 വർഷത്തെ മിനിമം 1 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകെ മൊത്തം 71 വേക്കൻസിയാണ്. ഇതിനടുത്ത് നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് കൂടെ കാണാം. 9,000 പെർ മന്ത് ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് BA കഴിഞ്ഞവർക്ക് എന്താണ് ഈ പറയുന്ന 25 വേക്കൻസി ഉണ്ട്. BA നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ്, ബാച്ചിലർ ഓഫ് ആർട്സ് നിങ്ങൾക്ക് എനി ഡിസിപ്ലിനിൽ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് ആർട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, അതായത് BA ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. BA ഇംഗ്ലീഷോ എക്കണോമിക്സോ ഇനി ഏതല്ല പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഇനി ഏതാ സോഷ്യോളജി ഏതാണെങ്കിലും കുഴപ്പമില്ല. BA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, ഈ കാറ്റഗറിയിലേക്ക്. ദെൻ അടുത്തത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ആണ്. BCom കഴിഞ്ഞവർക്ക് ഇതിലേക്ക് 25 വേക്കൻസി ഉണ്ട്. ദെൻ BSc കഴിഞ്ഞവർക്ക് BSc ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ മാത്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലേതെങ്കിലും കഴിഞ്ഞവർക്ക് 20 വേക്കൻസി ഉണ്ട്. ദെൻ നിങ്ങൾക്ക് BBM അല്ലെങ്കിൽ BBA ഒക്കെ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 3 വേക്കൻസി ഉണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റിൽ 2 വേക്കൻസി, നഴ്സിംഗ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് 5 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 80 വേക്കൻസിയാണുള്ളത്. ഇതിൽ നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 ഇയർ ഡ്യൂറേഷനുള്ള ഈ ഗ്രാജുവേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട വർഷങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. അത് ഈ 2020-ലോ 2021-ലോ 2022-ലോ 2023-ലോ 2024-ലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വർഷങ്ങളിൽ നിങ്ങളുടെ ഡിഗ്രി ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2019-ലോ 2018-ലോ ഒന്നും കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. 2020-ൽ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. 21-ലോ 22-ലോ 23-ലോ 24-ലോ ഈ 5 വർഷങ്ങൾ ഏതെങ്കിലും നമ്മൾ പാസ് ഔട്ട് ആയവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കോ ഇനി അപ്പിയർ ചെയ്തവർക്കോ ഒന്നും ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഒന്നും പറയാത്തത് കൊണ്ടാണ്, കാരണം ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ 2 ഘട്ടമാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മൾ നാറ്റ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ. നാറ്റ്സിൽ NATS ആ നാറ്റ്സിൻ്റെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ലാസ്റ്റ്. ദെൻ ഇതിലേക്ക് നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ നമ്മൾ പ്രൊഫൈൽ 100% ആക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന HLൻ്റെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് സക്സസ്ഫുള്ളി എന്താണ് നമ്മൾ സബ്മിറ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ അത് ഉറപ്പ് വരുത്തണം അത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 8/8/2024 ആണെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 31/8 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ദെൻ നിങ്ങൾക്ക് നാറ്റ്സിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലൊക്കെ സെലക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് ഷോർട്ട് ലിസ്റ്റ്. ഈ പറയുന്ന സെപ്റ്റംബർ 2nd or 3rd വീക്കിലായിരിക്കും അത് ലിസ്റ്റ് തയ്യാറാക്കുക. മീൻസ് അത് റിലീസ് ചെയ്യുക. അത് നമ്മുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. മെയിൽ വഴിയാണ് നമ്മൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. ദെൻ ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ശേഷം മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സെപ്റ്റംബർ 4th വീക്കൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ജോയിനിങ് ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് October 2nd വീക്കിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് ഈ പറയുന്ന IT ആണെങ്കിലും ഗ്രാജുവേറ്റ് ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ മാർക്കൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ. എക്സാം കാര്യങ്ങളൊന്നും ഇവർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നാസിക്കിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക്
അപ്ലൈ ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോയാൽ മതി. ഇനി നമ്മൾ നോക്കുന്നത് ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളാണ്. അത് ഞാൻ പറയാം. ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്ക് വരിക. കാണാൻ HL അപ്രന്റീഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് ആണ് നമ്മുടെ വെബ്സൈറ്റാണ്. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തരിക. അതിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് 1 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതായത് ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിൻ്റെയും ഡിപ്ലോമൻ്റെയും ലിങ്ക് 2 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ITIൻ്റെ അപ്രന്റീഷിപ്പിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇവിടെ അപ്ലൈ ആവുമെന്ന് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതായത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണ്, ഗൂഗിൾ ഫോമാണ്. ITI കഴിഞ്ഞവരാണെങ്കിൽ രണ്ടാമത്തെ ലിങ്കാണ് നിങ്ങൾ ITI ട്രേഡ് അപ്രന്റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുൻപ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നാറ്റ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന BA ഓർ BTech അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ BPharm ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാറ്റ്സിലൊന്ന് രജിസ്റ്റർ ചെയ്യണം. IT കഴിഞ്ഞവരാണെങ്കിൽ അവർ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇതാ ക്ലിക്ക് ചെയ്യാർന്ന് കൊടുക്കുക. ഇതാണ് ജസ്റ്റ് നമുക്കിത് അവിടെ കാണാം. ഇതാണ് നമ്മുടെ നാഷണൽ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ നാറ്റ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് മുകളിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്ന് കാണാം. നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളോട് എന്ത് യെസ് എന്ന് ഡിക്ലെയർ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണാം. എന്നതിന് ശേഷം നിങ്ങളുടെ മെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്യാപ്ചൊക്കെ അടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് പ്രൊഫൈൽ 100% നമ്മൾ കംപ്ലീറ്റ് ആക്കണം. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം സ്റ്റൈപ്പൻഡ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന നാറ്റ്സ് OAയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അപ്രന്റീഷിപ്പ് സ്കീം ഈ പറയുന്ന നാറ്റ്സിൻ്റെ ഈ ഒരു പോർട്ടൽ വഴിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഈ പറയുന്ന ഡാറ്റാസ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് കാണാം. ITI കഴിഞ്ഞവരാണെങ്കിൽ നാപ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടവർ നിങ്ങൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ BA ഓർ BTechോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഗ്രാജുവേഷൻ കഴിഞ്ഞ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി ITI കഴിഞ്ഞവരാണെങ്കിൽ അവർ യൂസ് ചെയ്യേണ്ടത് നാപ്സ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതാ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കാം. ITI കഴിഞ്ഞവർക്ക് നാപ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാപ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് അതിൻ്റെ ഒഫീഷ്യൽ പേജ്. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡ് കോർണറിൽ കാണാൻ ലോഗിൻ ഒരു രജിസ്റ്ററിന് അതിൽ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ITI സ്റ്റുഡൻറ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് നിങ്ങളുടെ ITൻ്റെ റോൾ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഫൈൻഡ് ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഫെച്ച് ആയിട്ട് ഡാറ്റാസ് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. 100% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇവിടെ പോകാൻ നിങ്ങൾക്ക് അപ്ലൈ ആവുമെന്ന് കാണാം. ഇതിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗൂഗിൾ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗൂഗിൾ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഡിപ്ലോമ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് എന്നിട്ട് അപ്രന്റീഷിപ്പ് HL എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്ത് പോകണം. നിങ്ങളുടെ ഇമെയിൽ ID ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാതെ ജസ്റ്റ് കൊടുക്കാം. അതോടൊപ്പം നിങ്ങളുടെ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കണം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ഇതിൽ 3 പേജാണുള്ളത്. ഇതിൽ നമുക്ക് അപ്ലോഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് അടുത്ത് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് നമ്മൾ സംശയങ്ങളൊക്കെ മറുപടി പറഞ്ഞുതരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് പോയാൽ മതി. അത് അങ്ങനെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ അത് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും സ്ക്രീനിൽ. അത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി. ഒന്നിലധികം തവണ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ITI ട്രേഡ് അപ്രന്റീസ് എന്നുള്ള അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൂഗിൾ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ITI അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് നിങ്ങൾ നോക്കണം കേട്ടോ, ഏതന്നെയാണ് വന്നത് കറക്റ്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ മെയിൽ ID മൊബൈൽ നമ്പർ, നിങ്ങളുടെ ITൻ്റെ ട്രേഡ്, ഇതിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം. അതുപോലെ നാപ്സിലെ രജിസ്റ്റർ നമ്പറും പാടെ ഇതിൽ നമ്മൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നാപ്സിലെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ നമ്പർ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളിതിൽ 3 പേജുണ്ട്. നെക്സ്റ്റ് അടിച്ച് ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഡിപ്ലോമ അതുപോലെ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് നിങ്ങൾ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ നാപ്സിൽ ITI കഴിഞ്ഞൊരു രജിസ്റ്റർ ചെയ്യണം. ഇതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാവുന്ന ഈ ഗൂഗിൾ ഫോമുകൾ നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്